ഹായ് ഹലോ, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 2 ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് ആണ് എടുക്കാൻ പോകുന്നത്. മിഡീവൽ ഇന്ത്യ അല്ലേ, മധ്യകാല ഇന്ത്യ എന്നും കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സാംസ്കാരിക പ്രസ്ഥാനങ്ങളും. അപ്പോൾ അവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു തമിഴ് ലിറിക്സ് കൊടുത്തിട്ടുണ്ട്. കോന്നേരി വാഴും കുറുകൈ പിറപ്പൻ തിരുവെങ്കിടച്ചൂനയിൽ മീനായി പിറക്കും വെങ്കിടത്തു ചെമ്പകമായി നിറയ്ക്കും വെങ്കിടമലമേൽ തമ്പമായി കോവിലിൻ വാസിലിൽ പടിയായി കിടന്നതും കുലശേഖര ആൾവർ പെരുമാൾ തിരുമൊഴി. എന്താണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്, വിവർത്തനം എന്ന് പറയുന്നത്? ഐ വിഷ് ടു ബി ബോൺ as a dove, to live on this hill, to be born as a fish in the pond at Tiruvengada hills, to stand as a champaga flower there, to stand as a pillar on top of Vengida hill, to lay down as a step at the door of that temple. അതായത് എന്താണ് എന്താണ് റിലേറ്റ്സിൻ്റെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? അതായത് തിരുവെങ്കിട മലയിലെ ഒരു പ്രാവായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ എന്താണ് ആ കുളത്തിലെ ഒരു മീനായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഒരു ചെമ്പകമായി മാറാനോ അല്ലെങ്കിൽ എന്താ മലയിലെ തൂണായിട്ടോ ആ ക്ഷേത്രത്തിലേക്ക് വരുന്ന പടിയായിട്ടോ എങ്കിലും എനിക്ക് ജനിച്ചാൽ മതി എന്നുള്ള വരികളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. The above verse is from Perumal Tirumozhi, written by Kulashegara Alvar, a Bhakta poet who lived in Kerala in the 9th century. അതായത് എന്താ പറയുന്നത്, മുകളിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ 9ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കുലശേഖര ആൾവർ എന്ന് പറയുന്ന ഒരു ഭക്തനായിട്ടുള്ള ഒരു ഭക്ത കവി രചിച്ചിട്ടുള്ള ഒരു പെരുമാൾ തിരുമൊഴി എന്ന കൃതിയിലെ ഒരു ഭാഗമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ മുകളിൽ കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ തീം ബിഹൈൻഡ് ദീസ് ലൈൻസ്? ഈ വരികളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശയം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഭക്തി ഈസ് ദ ടോട്ടൽ സബ്മിഷൻ ഓഫ് വൺസ് ലൈഫ് ടു ഗോഡ്. ദ ഐഡിയാസ് ആൻഡ് ആക്ടിവിറ്റീസ് ദാറ്റ് എറൈസ് ഔട്ട് ഓഫ് ഭക്തി ആർ നോൺ ആസ് ഭക്തി മൂവ്മെൻറ്റ്. എന്താണ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുക, ജീവിതം സ്വയം സമർപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഭക്തി എന്ന് പറയുന്നത്. ഈ ഭക്തിയെ അടിസ്ഥാനമാക്കിയിട്ട് പലതരത്തിലുള്ള ആശയങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് ഉയർന്നു വന്നിട്ടുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഭക്തി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ദ കൺസർവേറ്റീവ് ഔട്ട്ലുക്ക് ആൻഡ് ദ കാസ്റ്റ് സിസ്റ്റം ദാറ്റ് പ്രൊവൈഡ് ഇൻ മിഡീവൽ ഇന്ത്യ പെർപെച്യുവേറ്റ് ഡിസ്ക്രിമിനേഷൻ അമംഗ് ദ പീപ്പിൾ. നമ്മുടെ മിഡീവൽ ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലെ അന്ന് കാലത്ത് നിലനിന്നിരുന്ന outlook and the caste system that provide in medieval India perpetuate discrimination among the people. അതായത് നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിന്നിരുന്ന യാഥാസ്ഥിതികമായിട്ടുള്ള കാഴ്ചപ്പാടുകളും ജാതി വ്യവസ്ഥയും എന്താണ് നമ്മളുടെ ജനങ്ങൾക്കിടയിൽ എന്തിന് സൃഷ്ടിച്ചു, ഡിസ്ക്രിമിനേഷൻ, വിവേചനം സൃഷ്ടിച്ചിരുന്നു എന്ന് പറയുന്നു. The social groups subjected to caste discrimination were attracted to Bhakti movement. ഇതൊക്കെ എന്തിന് ഇടയാക്കി എന്ന് പറയുന്നത്, ഈ പറയുന്ന വിവേചനങ്ങൾ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി വിവേചനങ്ങളൊക്കെ ജനവിഭാഗങ്ങളെ തന്നെ എന്തിലേക്ക്, ഭക്തി പ്രസ്ഥാനത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെട്ടു, ആകർഷിച്ചു എന്ന് പറയുന്നു. Gradually, at different times, there occurred synthesis of various visions and practices in India. In this chapter, we discuss the two important cultural movements that spread across India during the medieval period, that is Bhakti and Sufi movements. അതായത് ഗ്രാജുവലി എന്തുണ്ടായെന്ന് പറയുന്നത്, ക്രമേണ എന്ത് സംഭവിച്ചു, ഈ പറയുന്ന വ്യത്യസ്ത കാലങ്ങളിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് കാലങ്ങളിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പല ഐഡിയാസുകളുടെയും ദർശനങ്ങളുടെയും അതുപോലെ തന്നെ വിഷൻസുകൾ, പ്രാക്ടീസസ് പറഞ്ഞു ഇല്ലേ, അതായത് ദർശനങ്ങളുടെയും അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഒരു സമന്വയം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്രകാരം എന്ത് സംഭവിച്ചു, നമ്മുടെ മിഡീവൽ ഇന്ത്യയിൽ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ മുഴുവനായിട്ട് വ്യാപിച്ചിട്ട് ഒരു 2 തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടു, മൂവ്മെൻറ്റ്സുകൾ രൂപപ്പെട്ടു എന്ന് പറയുന്നു. അതായത് ഭക്തി മൂവ്മെൻറ്റ്സ് ആൻഡ് സൂഫി മൂവ്മെൻറ്റ്സ്. ഭക്തി മൂവ്മെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. ഭക്തി മൂവ്മെൻറ്റ് നമ്മളുടെ സൗത്ത് ഇന്ത്യയിൽ, ദക്ഷിണേന്ത്യയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് അടുത്ത് പറയാൻ പോകുന്നത്. ദ ഭക്ത പോയറ്റ്സ് ഹു ലീവ്ഡ് ഇൻ സൗത്ത് ഇന്ത്യ കമ്പോസ്ഡ്
hymns and devotional songs that express unwavering devotion to their favorite deity. These poets were devotees of Vishnu known as Alvar and devotees of Shiva known as Nayanars. അപ്പോൾ എന്താ പറയുന്നത്, നമ്മളുടെ ഭക്ത പോയറ്റ്സ് സൗത്ത് ഇന്ത്യയിൽ എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ദൈവത്തിനോടുള്ള നമ്മുടെ ഏതാണോ നമ്മളുടെ ഇഷ്ടദൈവം എന്ന് പറയുന്ന ആ ഇഷ്ടദൈവത്തോടുള്ള വളരെ എന്താ പറയുക ഭക്തിയെ സൂചിപ്പിക്കുന്ന ഹിംസ് ആൻഡ് ഡിവോഷണൽ സോങ്സ്, അതായത് ഗീതങ്ങൾ അതുപോലെ തന്നെ കീർത്തനങ്ങൾ രചിച്ചിരുന്ന ഭക്തകവികൾ ദക്ഷിണേന്ത്യയിൽ ജീവിച്ചിരുന്നു അന്ന് കാലത്തെന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആൾവർമാർ, അതായത് വിഷ്ണു ഭക്തന്മാരെ നമ്മളെന്ത് ആൾവർമാർ എന്നും അതുപോലെ തന്നെ ശിവഭക്തരെ നമ്മൾ നായനാർമാർ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ലെറ്റ്സ് സീ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് ദാറ്റ് എക്സിസ്റ്റഡ് ബിറ്റ്വീൻ ദ 7th and 12th century CE. അപ്പോൾ നമ്മുടെ 7 മുതൽ 12 വരെയുള്ള നൂറ്റാണ്ടുകൾക്കിടയിൽ നിലനിന്നിരുന്ന ആ പ്രസ്ഥാനങ്ങളുടെ ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് പറയാമെന്നുള്ളതാണ്. ഭക്തി മൂവ്മെൻറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. അവിടെ കുറച്ച് ക്യാരക്ടറുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഓരോന്നായിട്ട് പറയാം നമുക്ക്. കോമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ്, അതായത് നമ്മളുടെ ഏതാണോ ആ ഭാഗത്തുള്ള ഭാഷയെങ്കിൽ ആ പ്രാദേശിക ഭാഷകളിൽ കീർത്തനങ്ങളുടെയും അതുപോലെ തന്നെ രചനകൾ, ആലാപനങ്ങൾ. ആൻഡ് സെക്കൻഡ് വൺ, ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്, ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം, സമർപ്പണം. ആൻഡ് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, അതുപോലെ തന്നെ ജാതി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പ്രവേശനം. അതുപോലെ തന്നെ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വുമൺ, സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പങ്കാളിത്തം കൊടുക്കുക. അതുപോലെ തന്നെ ഡീപ്പ് ഡിവോഷൻ ടു ദി ബിലോവ്ഡ് ഡിയഡി, അതായത് നമ്മുടെ ഇഷ്ടദൈവത്തോടുള്ള നമ്മളുടെ അകമഴിഞ്ഞിട്ടുള്ള ആരാധനയെക്കുറിച്ചാണ് പറയുന്നത്. ഇത്രയൊക്കെയാണ് നമ്മളുടെ ഭക്തി മൂവ്മെൻറ്റ്സ് സൗത്ത് ഇന്ത്യയിലെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ദ ഭക്തി മൂവ്മെൻറ്റ് എമർജ്ഡ് ആസ് എ പോപ്പുലർ മൂവ്മെൻറ്റ് ഇൻ തമിഴ്നാടു. അപ്പോൾ നമ്മുടെ ഭക്തി മൂവ്മെൻറ്റ് തമിഴ്നാട്ടിലാണ് വളരെ പോപ്പുലറായിട്ട് മാറിയത് എവിടെയാണ് എന്ന് പറയുന്നു, രൂപം കൊണ്ടത് എവിടെയാണെന്ന് പറയുന്നു, നമ്മളുടെ തമിഴ്നാട്ടിലാണ് എന്ന് പറയുന്നു. ആൾവർ ആൻഡ് നായനേഴ്സ് ട്രാവൽഡ് ഫ്രം പ്ലേസ് ടു പ്ലേസ് സിംഗിങ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജസ് വിച്ച് ഹെൽപ്ഡ് ഇൻ സ്പ്രെഡിങ് ഡിവോഷൻ അമംഗ് പീപ്പിൾ. അതുപോലെ തന്നെ ഈ പറയുന്ന ആൾവർമാർ, നമ്മൾ പറഞ്ഞതാണല്ലേ, ആൾവർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡിവോട്ടീസാണ്, വിഷ്ണുവിൻ്റെ ആണെന്ന് പറഞ്ഞല്ലേ. നായനാർസ് എന്ന് പറഞ്ഞാൽ ശിവൻ്റെയാണ്. അപ്പോൾ ഈ പറയുന്ന ആൾവർമാരും അതുപോലെ തന്നെ നായനാർമാരും അവരുടെ വർണ്ണാക്കുലർ ലാംഗ്വേജ്, അതായത് പ്രാദേശിക ഭാഷകളിൽ എന്ത് ചെയ്യുക, ഭക്തിഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്ലേസ് ടു പ്ലേസ് ആണ്, ഓരോ പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സഞ്ചാരം നടത്തുകയും ജനങ്ങൾക്കിടയിൽ ഇത് എന്തിനിടയാക്കി ഈ പറയുന്ന ഭക്തി പ്രചരിപ്പിച്ചു. ഇങ്ങനെ നടക്കുന്തോറും ഭക്തി ജനങ്ങൾക്കിടയിൽ ഭക്തി പ്രചരിച്ചു എന്ന് പറയുന്നു. ദ കമ്പോസിഷൻസ് ഓഫ് ഭക്ത പോയറ്റ്സ് ഹാഡ് എ ഗ്രേറ്റ് ഇമ്പാക്ട് ഓൺ ദ കോമൺ പീപ്പിൾ വെൻ ഈവിൾ പ്രാക്ടീസസ് ആൻഡ് ഇൻഇക്വാളിറ്റി വർ ഡോമിനൻറ്റ്. അതുപോലെ തന്നെയാണ് പറയുന്നത്, നമ്മുടെ അനാചാരങ്ങളിലെ ഈ പറയുന്ന അനാചാരങ്ങളും അസമത്വങ്ങൾ, അതായത് അസമത്വം എന്ന് പറഞ്ഞാൽ ഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വം. അപ്പോൾ ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അസമത്വങ്ങൾ. ഈ പറയുന്ന അസമത്വങ്ങളും അനാചാരങ്ങളും ശക്തമായിരുന്നു അക്കാലത്ത്. അപ്പോൾ ഈ കവികളുടെ രചനകളൊക്കെ ഈ സാധാരണക്കാരെ വളരെയധികം സ്വാധീനിച്ചിരുന്നു എന്ന് പറയുന്നു. ദ മീനിങ്ലെസ് കസ്റ്റമറി പ്രാക്ടീസസ് ദാറ്റ് പ്രിവൈൽഡ് ഇൻ ദ സൊസൈറ്റി were questioned irrespective of caste. All sections of the society were attracted to the Bhakti movement. The writings of Alvar and Nayanars popularized Hinduism. അതുപോലെ തന്നെ പറയുന്നത്, നമ്മുടെ സൊസൈറ്റിയിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന വളരെ അർത്ഥശൂന്യമായിട്ടുള്ള ഓരോ മീനിങ്ലെസ് ആയിട്ടുള്ള നമ്മളുടെ ആചാരങ്ങൾ അതിനെയൊക്കെ ചോദ്യം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. പിന്നെ അതുപോലെ തന്നെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ജാതി ഭേദമന്യേ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഭക്തി പ്രസ്ഥാനത്തിലേക്ക് വളരെയധികം ചെയ്തു എന്ന് പറയുന്നു, വളരെ ആകൃഷ്ടരായി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആൾവർമാരും ആൻഡ് നായനാർമാരുടെയും ഒക്കെ രചനകൾ നമ്മുടെ ഹിന്ദുയിസത്തിനെ
ഹൈന്ദവ മതത്തെ കൂടുതലായിട്ട് എന്തുണ്ടാക്കി, ജനകീയമാക്കി എന്ന് പറയുന്നു. ദ റൈറ്റിംഗ്സ് ഓഫ് ദ ആൾവേഴ്സ് കെൻ ബി നോൺ ആസ് 4000 ദിവ്യ പ്രബന്ധം, while the writings of the Nayanars were titled as തിരുമുറൈകൾ. Many temples were also built during this period. അതുപോലെ തന്നെ എന്താണ്, ആഴ്വാർമാരുടെ രചനകൾ എന്താണ്, 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകളെ തിരുമുറൈകൾ എന്ന പേരിലും അറിയപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, അക്കാലത്ത് ധാരാളം എന്താണ് ക്ഷേത്രങ്ങളും നിർമ്മിക്കപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞ മെനി ടെമ്പിൾസ് were also built during this period. ധാരാളം ക്ഷേത്രങ്ങളും ആ കാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുന്നു. അടുത്തത് എന്താണ്, പ്രോമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. നമ്മളുടെ ഭക്തി മൂവ്മെൻറ്റിലെ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയായിരുന്നു? ദ പ്രോമിനൻറ്റ് പോയിറ്റ്സ് ഓഫ് ദ ഭക്തി മൂവ്മെൻറ്റ്, ഡിവോട്ടീസ് ഓഫ് വിഷ്ണു, അതായത് ആൾവർമാർ എന്ന് പറയുന്നത് ആരൊക്കെയായിരുന്നു? കുലശേഖര ആൾവാർ, അതുപോലെ തന്നെ എന്താണ്, പെരിയാൾവാർ, അതുപോലെ നാൻമാഴ്വാർ, അതുപോലെ എന്താണ്, അണ്ടാൾ എന്നിവരാണ്. അടുത്തത് ഡിവോട്ടീസ് ഓഫ് ശിവ എന്ന് പറയുന്നത് ശിവഭക്തന്മാർ ആരൊക്കെയായിരുന്നു? കാരേക്കൽ, അമയാർ, അതുപോലെ അപ്പർ, അതുപോലെ തന്നെ എന്താണ്, സംബന്ധാർ, അതുപോലെ സുന്ദരാർ, അതുപോലെ എന്താണ്, മാണിക്യ വാസ്കർ. The Bhakti movement gradually started spread into different parts of India. Let's get to know the propagators of the Bhakti movement in different region. ഈ പറയുന്ന ഭക്തി പ്രസ്ഥാനങ്ങൾ പല ഭാഗങ്ങളിലേക്ക്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ആ പറയുന്ന വിവിധ പ്രദേശങ്ങളിലെ നമ്മളുടെ ഭക്തി മൂവ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രചാരകരെ നമുക്ക് പരിചയപ്പെടാം എന്നുള്ളതാണ് അടുത്ത ടോപ്പിക്.